പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ടല്ല ഞാനിവിടെ എല്ലാം ചെയ്തായിരുന്നു. ഉണ്ട് ഉലുവ വെള്ളം ഇട്ട് വെച്ച് ഉലുവ വെള്ളം ഇട്ട് വെച്ച് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് അതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ തക്കാളി കറി, തക്കാളി റോസ്റ്റ് പോലെയാണ് വയ്ക്കണം. കട്ടൻ ചായ ഇടാം. കട്ടൻ ചായക്ക് വെള്ളം വയ്ക്കാം. ആദ്യം കുറച്ച് കട്ടൻ ചായ ഇട്ട് ഇനി മാറ്റിയെടുക്കും. എടുത്തതിന് ശേഷം പിന്നെ ചായ ഇടുകയുള്ളൂ ലാസ്റ്റ്. പിന്നെ ഇനി അടുത്തത് തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അടുത്ത അടുപ്പിലോട്ട് തീ കത്തിച്ചു കൊടുക്കാം. നാല് അടുപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഇനി തേയില ഇട്ട് കൊടുക്കാം കട്ടൻ ചായക്ക്. ലേശം തേയില ഇടുള്ളൂ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം തക്കാളി റോസ്റ്റിന്. അതിനുശേഷം കടുകിട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇടാറുണ്ട് കേട്ടോ, സവാള വേപ്പിനയിലായാലും. കടുക് പൊട്ടണ നേരത്തിന് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നുണ്ട്. ഇനി സവാള ഫസ്റ്റ് ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള വേണ്ടതിനായിട്ട് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പം നമ്മൾ കറിയിൽ കുറച്ച് ഉപ്പിട്ടാൽ പിന്നെ നമ്മൾ സവാളയിൽ ഉപ്പിടുന്നുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം കറിവേപ്പില ഇത്തിരി ഒന്ന് വാടിപ്പോയി. കറിവേപ്പില കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മളെ കട്ടൻ ചായ തിളച്ച് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി വഴറ്റണം. എന്തൊക്കെ ഇട്ടത്? അത് കടുകിട്ട്, പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അത് വഴണ്ട് വരാൻ ലേശം ഉപ്പ്, പിന്നെ കറിവേപ്പില. ഇത് ഇത്രയും ഇട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റണം. ഈ നേരത്തിന് കുറച്ച് വഴണ്ടിട്ടുണ്ട്. അപ്പം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്നും ഇടുമ്പോൾ കറക്റ്റ് ആവും. കറക്റ്റിന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കാണ് പെരിഞ്ചീരകം. അപ്പം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി എല്ലാം വഴണ്ട് വന്നു. അപ്പം കുറച്ച് പെരിഞ്ചീരകം, അറിയാലോ പെരിഞ്ചീരകം, വലിയ ജീരകം, അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കായിരുന്നു. മുളക് പൊടി ഇട്ട്, പിന്നെ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ഇട്ട് തോന്നി ചേർക്കും. 2-3 സ്പൂണെങ്കിലും ഇട്ടു. നല്ല ടേസ്റ്റാണ് തക്കാളി മല്ലിപ്പൊടി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇച്ചിരി നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇനി അത് വഴറ്റിയെടുത്തതിന് ശേഷം അതുകൊണ്ട് പിന്നെ വിലകളുണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെയാണ് അപ്പം ചുടാനായിട്ട് റെഡിയാക്കുന്നത്. ഇത് കറി വെച്ചതിന് ശേഷം പിന്നെ ഒരടുപ്പിൽ അപ്പം ചുടും, ഒന്നൊരു ചായ ഇടും. അപ്പം നമുക്കിത് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ അരപ്പൊന്ന് മിക്സ് ആയതിന് ശേഷം കാണിച്ചു തരാം. ഇത് ചെറിയ തീയിലിട്ടേക്കാണ്. പിന്നെ അരപ്പും പൊടിയും എല്ലാം ഇട്ട് ഇളക്കിയത് അതിലിട്ട് വഴറ്റി അതെല്ലാം കോരി ഒരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം നിരത്തി വെച്ച് കുറച്ചൊന്ന് ചൂടാറണമായിരുന്നു. നിരത്തി വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചിരുന്നു. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് എൻ്റെ ഇതാണ്, ഞാൻ ഒന്നും ആരും കണ്ടല്ല കേട്ടോ, ഇതെൻ്റെ സ്വയം ഉള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കണ്ട മിക്സിയുടെ ജാറിലോട്ട് വെച്ചതിന് ശേഷം അടച്ചു നോക്കാം. എന്നിട്ട് മിക്സി തേച്ചിട്ട് അടപ്പ് നല്ലതുപോലെ അടയ്ക്കണം. ഒരു കൈ വയ്യാത്തത് കൊണ്ടേ, പൊടിഞ്ഞ കൈയല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുകൊണ്ട് എന്നിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ട അരഞ്ഞിട്ടുണ്ട്, കണ്ട.
ഇനിയുണ്ട് ഇതിൽ ട്രിക്ക്. ഇനി ഇത് ആ അരപ്പ് നമ്മളെ ചട്ടിയിലോട്ട് ഒഴിച്ചു. ഇനി അതിൽ ബാക്കി ഒഴിച്ച് കഴിഞ്ഞു. വേണ്ട ആ ചട്ടിയിൽ തന്നെ, ചട്ടി കഴിവൊന്നും വേണ്ട, നമ്മൾ അതിലല്ലേ വഴറ്റിയെടുത്ത. അപ്പോൾ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് തീയിടാം. തീയിൽ വെച്ച് കൊടുക്കാം. ഈ അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിലുണ്ട്. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ വീഡിയോ കണ്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ കുറുവി ഇരിക്കുകയും ഇനി കുറച്ചുകൂടെ കുറുവി വരണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വീത്തി കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഇതാകണ്ട പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതാകണ്ട തേങ്ങാപ്പാൽ ഒഴിക്കുകയും തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പെരുംജീരകം ചേർത്തായിരുന്നല്ലോ. അപ്പം ഇനി എന്തോ ചെയ്യാം, എല്ലാം കൂടെ അന്ന് പെരുംജീരകം മാത്രമേ ചേർത്തുള്ളായിരുന്നു കുറച്ച് മുമ്പ്. അപ്പം ഇനി എല്ലാം കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി, പെരുംജീരകവും എല്ലാം കൂടെ ചേർത്തത്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. വേണ്ട ഉപ്പുണ്ടാകുമോ? ഉപ്പില്ല, നമ്മൾ സവാളയിലിട്ട് വഴറ്റിയതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഉപ്പ് ഒഴിക്കുകയും ഉപ്പ് കറക്റ്റായി. ഇനി അത് തിളയ്ക്കുന്ന നേരത്തിന് നമുക്ക് അപ്പം ചുടാനായിട്ട് മാവ് കലക്കാം. അപ്പം അതിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇനി ഒത്തിരി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല സോഡാപ്പൊടി ഇട്ടിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം തക്കാളി കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് പതച്ചെടുക്കണം. കണ്ടല്ല, അങ്ങനെ തക്കാളി റോസ്റ്റ് റെഡി. റോസ്റ്റ് എന്ന് പറയും, കറിയായിട്ടല്ല, ഒരു കുഴമ്പ് ഓരോരുത്തരാണ് ഇരിക്കണം. അപ്പം ഇനി അതിലേക്ക് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിച്ചെടി ഉണ്ടല്ലോ, ആഫ്രിക്കൻ മല്ലി, അതിട്ട് കൊടുക്കാം. അത് ഇറക്കിയതിന് ശേഷമാണ് കേട്ടോ, ഇറക്കിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ മണം അതിലങ്ങ് പിടിക്കും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അപ്പം ചുടാം. ഒഴിച്ചു കൊടുക്കാം. അടച്ചിടാം. അതിന് ശേഷം അടുപ്പിൽ ചായക്ക് വെള്ളം വയ്ക്കാം. കേട്ടോ, ചായക്ക് വെള്ളം വെച്ചു. ഞാൻ തേയിലയും പഞ്ചസാരയും കൂടെ അങ്ങിടും. വെള്ളം വെച്ചതിന് ശേഷം തേയില ഇടാം. പഞ്ചസാര, 3 ഗ്ലാസ് വെള്ളം വയ്ക്കും കേട്ടോ. അതുകൊണ്ടാണ് 2 സ്പൂൺ പഞ്ചസാര ഇട്ടത്. രാവിലെ ആയപ്പോൾ തന്നെ നല്ല വെയിൽ. രാവിലത്തെ വെയിൽ ഭയങ്കര ചൂട്. വെയിൽ അകത്ത് നിന്നിട്ടാണ് ചൂടടങ്ങുന്നത്. എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ചായക്ക് വെള്ളം തിളച്ച് ഇനി അതിൽ പാലൊഴിക്കാം. ഒന്നും ചെറിയ ഗ്ലാസ്സാണ്. ഒന്നും ഇത്ര ഒഴിക്കും. 3 ഗ്ലാസ് വെള്ളം വെച്ചതിന്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, തക്കാളി റോസ്റ്റ്, ചായ റെഡി. ഓക്കെ ബൈ.